ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുകയല്ലേ? എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു തുടങ്ങിയാലോ? നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ക്ലേ വെച്ചിട്ടുള്ള ആർട്ടൊക്കെ ചെയ്യാൻ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഏകദേശം ഒരു 2 മാസം ആകുന്നതേ ഉള്ളൂ ക്ലേ വെച്ചിട്ടുള്ള ആർട്ടൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് തന്നെ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വെച്ചിട്ടൊന്നും എനിക്കറിയില്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ട് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നു. എനിക്ക് കുറേ തെറ്റുകളൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അതെന്തൊക്കെയാണ് മിസ്റ്റേക്കുകൾ, അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മളൊരു കാര്യം പറയാം. നമ്മൾ ക്ലേ ഉണ്ടാക്കുമല്ലോ, 4-5 സ്റ്റെപ്പായിട്ടായിരിക്കും നമ്മൾ ക്ലേ ഉണ്ടാക്കി എടുക്കുന്നത്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ക്ലേ ഉണ്ടാക്കുന്നതിൻ്റെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം, നല്ലപോലെ എന്ന് പറയുമ്പോൾ റൂം ടെമ്പറേച്ചറിൽ ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന പോലെ കുഴച്ചിട്ട് 2 കവറിൽ കെട്ടി എയർ കണ്ടെയ്നറിൽ അടച്ചു വെക്കും. അങ്ങനെയാണല്ലോ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ക്ലേ പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. കാരണം നമ്മൾ ക്ലേ ചെയ്ത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നേരം, അതെടുക്കാൻ നേരം ഒന്നുകൂടി നമ്മൾ റിപ്പീറ്റ് സെയിം ഒന്നിങ്ങനെ കുഴച്ചിട്ട് വേണം എടുക്കാൻ. അപ്പോൾ അതിനകത്തുള്ള ചെറിയ ചെറിയ എയർ ബബിൾസൊക്കെ പോയി കിട്ടും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലേ വെച്ചിട്ട് ആർട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയതിനു ശേഷം ഡ്രൈ ആക്കാൻ വെക്കുമ്പോൾ ഈ ഒരു എയർ ബബിൾസ് ഉണ്ടല്ലോ, അതിൻ്റെ അവിടെ വെച്ചിട്ട് വിള്ളൽ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇനി വേറൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. ഇത് എന്തായാലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യം കൂടിയിട്ടായതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലേ വെച്ച് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും നമ്മൾക്ക് എടുക്കേണ്ട എത്രത്തോളം ക്ലേ വേണം ആ ഒരു ക്വാണ്ടിറ്റി എടുത്ത് നമ്മൾ ടേബിളിൻ്റെ പുറത്ത് വെച്ചേക്കുക. കാരണം ആ ഒരു റൂം ടെമ്പറേച്ചറിൽ അതൊന്നുകൂടി ഒന്ന് വലിയും, ഡ്രൈ ആകും. അപ്പോഴേക്കും നമുക്ക് നല്ല സ്മൂത്തായിട്ട് അത് ഫിനിഷ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് നല്ല റിസൾട്ട് തന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു വർക്ക് ചെയ്യാൻ നേരം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. കാരണം എനിക്ക് ടൈം കുറച്ച് കുറവായിരുന്നു. പിന്നെ 1-2 സ്ഥലത്ത് പോകാനുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായില്ല. അപ്പോൾ എനിക്ക് വന്ന മിസ്റ്റേക്ക് എന്താ വെച്ചാൽ, ഞാൻ ഈ ഒരു ചെവി ഉണ്ടാക്കുന്ന കാര്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ടും പാളിപ്പോയിട്ടുണ്ടായിരുന്നു. വെച്ചിട്ടൊരു ബോഡി ചെയ്തു. ബോഡിയിൽ കുറച്ച് ഫിറ്റിങ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, കുറച്ച് ക്ലേ അവിടെ നിന്ന് ഇങ്ങനെ മാറ്റിയിട്ട് ഈ ഒരു സംഭവം വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കും. എന്നിട്ടാണ് ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ നേരം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ ചെറിയൊരു കമ്പി അതിനുള്ളിലോട്ട് വെച്ചിട്ട് 2 സൈഡും കൂടി ഇങ്ങനെ ടച്ച് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ടൂത്ത് പിക്കൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്തിട്ട് അതുകൂടി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് ആ സംഭവം ഇരുന്നുള്ളൂ കേട്ടോ. എനിക്ക് ഈ ഒരു റാബിറ്റിൻ്റെ കാര്യത്തിൽ മാത്രമേ ചെറിയൊരു മിസ്റ്റേക്ക് വന്നുള്ളൂ കേട്ടോ. എന്നാലും ഞാനത് ഒരു വിധത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലേ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞ 2 കാര്യം അതൊരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. ഇനിയിപ്പോൾ ക്ലേ ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ഞാൻ താഴെ ഒരു വീഡിയോ ടാഗ് ചെയ്തേക്കാം. അതൊന്ന് നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കുക. കാരണം ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ക്ലേ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്നേ ഉള്ളൂ. എന്നാലും നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ഇരിക്കേണ്ട. നിങ്ങൾക്ക് വീട്ടിലെ കാര്യങ്ങൾ നടക്കും, അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുന്നവരാണെങ്കിൽ പഠിക്കുന്ന കാര്യം നടക്കും. നിങ്ങളുടെ ഈ ഒരു വർക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാട്ടോ. ഇത് കറക്റ്റ് പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയില്ല. കാരണം ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു ഓവൽ ഷേപ്പാണ് എടുത്തെങ്കിൽ എനിക്ക് ലാസ്റ്റ് കിട്ടിയൊരു ലുക്ക് എന്ന് പറയുമ്പോൾ ഇതാണ്. എൻ്റെ ഹസ്ബൻഡ് എന്നെ കളിയാക്കുവാണ് ഇത് കണ്ടിട്ട്. കിഴങ്ങിന് ചെവിയും കൈയും കാലൊക്കെ വെച്ച പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.